അപ്പോൾ ഇന്നൊരു വാട്ട ഈറ്റിൻ്റെ ഡേ ആണേ. ഇന്ന് നമ്മൾ രാവിലെ തന്നെ നല്ല ദോശയും ഗ്രീൻ പീസ് കറിയാണ് കേട്ടോ കഴിക്കുന്നത്. ഞാനിപ്പോൾ അമ്പലത്തിലൊക്കെ പോയി വന്നത് വിജയദശമിയുടെ അന്നത്തുള്ള വാട്ട ഈറ്റിൻ്റെ ഡേ ആണ് കേട്ടോ. അപ്പോൾ അമ്പലത്തിലൊക്കെ പോയി വന്നിട്ട് ചായ കുടിച്ചു. പിന്നെ കുറച്ച് മുന്തിരി ഉണ്ടായിരുന്നു, പിന്നെ കുറച്ച് ആപ്പിളും കട്ട് ചെയ്ത് കഴിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഇത് നമ്മൾ അടുത്ത വീട്ടിലെ താത്തയുടെ വീട്ടിലേക്ക് പോകണം. അവർ ഇന്നലെ കുറച്ച് മീൻ കറിയൊക്കെ കൊണ്ട് തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ പാത്രങ്ങളൊക്കെ കൊടുക്കാൻ വേണ്ടിയിട്ട് കൊണ്ടുപോകണം. പിന്നെ അവിടെ നിന്ന് തന്നെ കുറച്ച് തുളസിയുടെ ഇലയും പറിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഇന്ന് നമ്മൾ നോലുമ്പ് മുറിക്കുന്ന ദിവസമാണല്ലോ, അപ്പോൾ നല്ല ബിരിയാണി അങ്ങോട്ട് ഉണ്ടാക്കി എല്ലാവരും അങ്ങോട്ട് കഴിച്ചു. അപ്പോൾ ഇത് നല്ല, എനിക്ക് പേഴ്സണലി നല്ല ഇഷ്ടമാണ് നമ്മൾ വീട്ടിലെ ബിരിയാണി. എനിക്ക് ഇവിടുന്ന് പുറത്തുനിന്ന് എവിടെ നിന്ന് കഴിച്ചാലും നമ്മൾ വീട്ടിലുണ്ടാക്കുന്ന ബിരിയാണീൻ്റെ അത്ര ടേസ്റ്റ് എനിക്ക് ഇതുവരെ തോന്നിയിട്ടില്ല കേട്ടോ. അത് അച്ചാറും സാലഡൊക്കെ കൂടി കൂട്ടി കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റാണ് കേട്ടോ. അങ്ങനെ ബിരിയാണി വയറ് നിറച്ചങ്ങോട്ട് കഴിച്ചു. ഉച്ചയ്ക്ക് നല്ല ഉറക്കം അങ്ങോട്ട് പാസ്സാക്കി. അത് അങ്ങനെയാണല്ലോ, ബിരിയാണി കഴിച്ച് കഴിഞ്ഞാൽ പിന്നെ ഉച്ചയുറക്കം നിർബന്ധമാണ്, പ്രത്യേകിച്ച് ലീവുള്ള ദിവസം. പിന്നെ ഉറങ്ങി നീച്ചപ്പോൾ നല്ല ചായ കുടിച്ചു. അതിൻ്റെ കൂടെ അച്ചപ്പം ഉണ്ടായിരുന്നു കേട്ടോ കഴിക്കാൻ. എനിക്ക് അച്ചപ്പം നല്ല ഇഷ്ടമാണ്, കാരണം അതിങ്ങനെ കഴിച്ചുകൊണ്ടേ ഇങ്ങനെ ഇരുന്നോളും. ഒരു പ്ലേറ്റ് മുന്നിൽ കൊണ്ടുവച്ചാൽ ഇതിങ്ങനെ എടുത്തിങ്ങനെ കഴിക്കുക, എന്തായാലും നല്ല രസമുള്ള ഒരു പരിപാടിയാണ്. പിന്നെ ഒരു ലേസ് ഉണ്ടായിരുന്നു, അത് കഴിച്ചു. പിന്നെ ഓഫ്കോഴ്സ് രാത്രി സെയിം ബിരിയാണി ഉണ്ടായിരുന്നു. പിന്നെ ഞാനിന്ന് മൈലാഞ്ചി ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ കയ്യുമ്മേ, അപ്പോൾ അതൊന്ന് കാണിച്ചതാണ്. അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ ഇന്നത്തെ ഫുഡ് എന്ന് പറഞ്ഞാൽ. അപ്പോൾ ഓക്കെ, ബൈ.